Hello, welcome to market discussion of the day. Today, 1st of April 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയൊരു ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ എന്താ പറയുക 2 വീക്കിൽ നീണ്ടു നിൽക്കുന്നത് 10 ദിവസത്തെ ക്ലാസ് ആയിരിക്കില്ല ഇപ്പം നടക്കാൻ പോകുന്നത് ഇന്ന് വെറും 4 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കോഴ്സിന് ചേരണം എന്നുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യും. സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അതായത് ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ജസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് എനിക്ക് മെസ്സേജ് അയക്കരുത്. സീരിയസ് ആയിട്ട് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. വൈകുന്നേരം 7:30 മണി, ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 4 ദിവസത്തെ ക്ലാസ് ആണ്. സോ ബാക്കി കാര്യങ്ങൾ എനിക്ക് പേരും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലേ. ഇന്ന് എന്ത് ദിവസമാണ്? ഇന്ന് നമുക്ക് നമ്മുടെ താരിഫ് അനൗൺസ്മെന്റ് ഡേ ആണല്ലേ. ഇന്നാണ് താരിഫ് അനൗൺസ് ചെയ്യുന്നത്. US നിന്നും യൂറോപ്പിൽ നിന്ന് താരിഫ് അനൗൺസ് ചെയ്യും. നാളെ റെസിപ്രോക്കേറ്റിംഗ് താരിഫ് US അനൗൺസ് ചെയ്യും. സോ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം, ഇന്ത്യൻ ടൈമിങ് 6 മണിക്ക് ശേഷം മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. താരിഫ് വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അതിൽ അഫക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ഒരു പ്രഷർ വരുന്നത് ഗോൾഡിലായതുകൊണ്ടിട്ട് തന്നെ താരിഫ് അനൗൺസ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ എന്താ പറയുക, ബേസിക്കലി ഇപ്പോൾ നമുക്ക് ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ NFPയുടെ ന്യൂസ് വെള്ളിയാഴ്ച വരുന്നുണ്ട്. വെള്ളിയാഴ്ച ഫുള്ളി മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അത് മാത്രമല്ല, ഇപ്പോൾ താരിഫ് വരുന്നത് പ്രമാണിച്ച് ഉറപ്പായിട്ടും സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവാനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോവാതെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാർ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്കിന്ന് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPYയിലോട്ട് വരുമ്പം JPY ഇപ്പോഴും എനിക്കൊരു പിടിയും കിട്ടാതെ നിൽക്കുകയാണ്. ഓക്കെ, വേണമെന്നുള്ള ആൾക്കാർക്ക് 150 വെച്ച് സെല്ല് എടുക്കാം. പക്ഷേ ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇന്നലെ 150 സപ്പോർട്ട് ചെയ്തു. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഇല്ല ആക്ച്വലി. JPYയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കൂടെ മാറി നിന്നിട്ട് നമുക്ക് നാളെ എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ എന്നിരുന്നാലും ഒരു വലിയൊരു ഒരു മൂവ്മെന്റ് JPYയിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. താരിഫ് അനൗൺസ്മെന്റിന് ശേഷം ആ ഒരു റേഞ്ച് 142 to 162 ഓൾ ടൈം ഹൈ, JPYയുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 162 വരെ ഉള്ളൊരു 200 പിപ്പിന്റെ ഒരു മൂവ്മെന്റ് വരെ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഒറ്റ ക്യാൻഡിലല്ല, ഈ ഒരു ഈ വീക്കെൻഡോടെ അത്രയും വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ആണ് ആക്ച്വലി JPYയിൽ ഉള്ളത്. ഓക്കെ, സോ നമ്മളുടെ യൂറോ USDയിലോട്ട് പോകുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.08052 റേഞ്ചിലാണ്. ഓക്കെ, എല്ലാ താഴ്ന്ന വിലകളും നമുക്ക് ബൈ പോയിന്റ് ആണ്. സപ്പോസ് എങ്ങാനും ഈ പറയുന്ന താരിഫ് അനൗൺസ്മെന്റ് പ്രമാണിച്ച് മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 1.050700 1.0600 അടുത്തൊക്കെ നമുക്ക് വീണ് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് അവിടുന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. യൂറോയിൽ ഒരു നല്ലൊരു ബൈ 1.0800 ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അവിടുന്ന് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വേണമെങ്കിലും ബൈ ചെയ്യാം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും 1.0750 താഴെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ഒരു ലോങ്ങർ ടേം ബൈ എന്ന് പറയുന്നത് 1.100 മുകളിലാണ് നമുക്ക് യൂറോയിൽ നമുക്കൊരു ലോങ്ങർ ടേം ബൈ ഉള്ളത്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മുടെ GBPയിലോട്ട് വരുമ്പം GBPയും ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.2907 ആ റേഞ്ചിലാണ്.
ഓക്കെ. 1.29 ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. 1.09 ഇപ്പോൾ 2900 അവിടെ വേണമെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. 1.28 എങ്ങാനും താരിഫിൻ്റെ ഭാഗമായിട്ട് കിട്ടിയാൽ ബെറ്റർ ബൈ പോയിന്റ് ആണ്. അവിടുന്ന് ഉറപ്പായിട്ടും ആ ബൈ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഭയങ്കര നല്ലൊരു സപ്പോർട്ടാണ്. 1.2800 GBPയിൽ വളരെ വലിയൊരു സപ്പോർട്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവിടുന്ന് നമുക്ക് നല്ലൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. ഏതിലാണ്? GBPയിൽ. ഓക്കെ. സോ അതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ള എല്ലാ ലോവർ പോയിന്റും ബൈ പോയിന്റ് ആണ്. ഒരു ലോങ്ങർ ടേമിൽ 1.300 മുകളിലായിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റ് നല്ലൊരു ലോങ്ങർ അപ്പ് ട്രെൻഡ് നമുക്ക് കിട്ടുക. 1.300 മുകളിലായി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു ദിവസത്തെ ക്യാൻഡിലല്ല കേട്ടോ, ഒരു ദിവസം അവസാനിക്കുന്ന ക്യാൻഡിലും പിറ്റേ ദിവസം രാവിലെ ഏഷ്യൻ ടൈമിങ് 7:30 മണിക്കും 1.300 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. സോ നമ്മുടെ ഗോൾഡിലോട്ട് പറഞ്ഞു. ഗോൾഡ് നമ്മൾ ഓൾ ടൈം ഹൈ, കഴിഞ്ഞ വട്ടമൊക്കെ നമുക്ക് ഓൾ ടൈം ഹൈ അടിച്ച സമയത്ത്, കഴിഞ്ഞ വട്ടം ഓൾ ടൈം ഹൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസവും അതിൻ്റെ മുന്നത്തെ മാസവും ഒക്കെ ഓൾ ടൈം ഹൈ ആയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പോവുകയാണെങ്കിൽ എവിടെ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന്, 3200 വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി 3150 വരെ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു റിട്രേസ്മെൻ്റ് ഒക്കെ കാണിച്ച് 3130 വന്ന് നിൽക്കുന്നു. 3130 ഇതൊരു നല്ലൊരു ബൈ പോയിന്റ് ആണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ബൈ പോയിന്റ് തന്നെയാണ്. താരിഫ് വരികയാണ്, ഗോൾഡിലാണ് പ്രഷർ ഉണ്ടാവുക. 3130 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. 3120 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ. ഇതാണ് ഒരു ആകപ്പാടെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴെ വന്ന് കിട്ടണം, 3100 കിട്ടണം. 3100 അല്ലെങ്കിൽ 3115 മൈനർ സപ്പോർട്ട് 3115 3100 ഒരു മേജർ സപ്പോർട്ടും ഗോൾഡിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോൾ താരിഫ് അനൗൺസ്മെൻറ്റ് സമയത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഇന്ത്യൻ ടൈമിങ് 6:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് തന്നെ ചിലപ്പം 3160 അതിൽ നിന്ന് 3180 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ട്രെൻഡ് ഡൗൺ ആണ് എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 3000 താഴെയായിട്ട് പോയി 2980 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പണിങ്സ് ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആയി എന്ന് നമുക്കൊന്ന് പറയാനായിട്ട് പോലും പറ്റുള്ളൂ. ഓക്കെ. അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് പറയാൻ പോലും പറ്റില്ല, ട്രെൻഡ് ഡൗൺ ആയെന്ന് പറയാൻ പോലും പറ്റില്ല. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് 2000 കടന്ന സമയത്തൊക്കെ 2000 ഒക്കെ കടക്കുമോ, 2000 മുകളിലായിട്ടൊക്കെ നിൽക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സോ ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് 2000 അല്ല, 3000 കടന്നിരിക്കുന്നു. ഈ 3000 കടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താ പറയുക, ഇനിയുള്ള എങ്ങോട്ടാണെന്നുള്ളൊരു പോക്ക് അറിയില്ല. 3000 നമ്മൾ കടന്നു. 3000 എന്ന് പറയുന്നത് ഒരു ന്യൂ നോർമൽ. ഇപ്പം 2000 എന്ന് പറയുന്നത് ഒരു ന്യൂ നോർമൽ അല്ലായിരുന്നോ? ഇപ്പം കഴിഞ്ഞ വർഷം ഐ മീൻ 2023 മിഡോടൊക്കെ കൂടിയിട്ടാണ് ആക്ച്വലി 2000 മുകളിലോട്ട് പോലും പോയത്. അതായത് കഴിഞ്ഞൊരു 1.5 വർഷം കൊണ്ട് $1000 മുകളിലോട്ട് പോയി, 1000 കൂടുതൽ ഡോളേഴ്സ് മുകളിലോട്ട് പോയി എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണല്ലേ. അപ്പോൾ ഇതെന്നോട്ടാണ് പോക്ക് നമുക്കറിയില്ല. സോ എന്നാലും നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഇതിൻ്റെ പ്രഷർ എല്ലാം ഗോൾഡിലുണ്ടാവും. ഒരു കാരണവശാലും സെല്ലെടുക്കരുത് എന്ന് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ലോങ്ങർ ടേമിൽ ഡൗൺ ട്രെൻഡ് പോകണം എന്നുണ്ടെങ്കിൽ 2830 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളൊരു സൂചന പോലും നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഒരു കാരണവശാലും സെല്ലെടുക്കരുത് ഗോൾഡിൽ. ഓക്കെ. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത്. ഏറ്റവും ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ ഏകദേശം ഈയൊരു എന്താ പറയുക, വേണമെങ്കിൽ പറയാം കഴിഞ്ഞൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ദിവസമാണ് ഇന്നും നാളെയും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് മാർക്കറ്റ്. എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം. ഒറ്റയടിക്കൊക്കെ $100 മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പം ഈവൻ നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ അടിക്കണം എന്ന് പോലുമില്ല. ഓക്കെ. ഈവൻ സ്റ്റോപ്പ് ലോസുകൾ അടിക്കാതെ തന്നെ താഴോട്ട് പോകാനുള്ള ചാൻസസ് ആണ് നമുക്കുള്ളത്. സോ അതൊക്കെ കൊണ്ടിട്ട്
മാർക്കറ്റിൽ നിന്ന് എന്താ പറയുക, ബുദ്ധിപൂർവം മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് വീണ്ടും എന്താ പറയുക, നമ്മുടെ ട്രേഡിംഗ്, നമ്മുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ചിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.